കൃത്യം 30 വർഷം മുമ്പ് മുംബൈയിലെ ബാന്ദ്ര തൻ്റെ ഓഫീസിൽ നിന്നും രാത്രി 9:30 ആ സംരംഭകൻ തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് പോകാനായി കാറിൽ കയറി. പുതിയതായി തുടങ്ങിയ എയർലൈൻ കമ്പനിയുടെ ഉടമയായിരുന്നു അത്. പേര് തക്യുദ്ദീൻ അബ്ദുൽ വാഹിദ്, ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് MD. ബാന്ദ്രയുടെ തെരുവിലൂടെ ആ നീല മെഴ്സിഡസ് ബെൻസ് മുന്നോട്ട് നീങ്ങി. പുതിയ സർവീസുകൾ, കൂടുതൽ ഫ്ലൈറ്റുകൾ, ഉടൻ നടപ്പാക്കേണ്ട ചില പ്രധാന തീരുമാനങ്ങളായിരുന്നു ആ സംരംഭകൻ്റെ മനസ്സിൽ. വീടെത്താൻ കഷ്ടിച്ച് മീറ്ററുകൾ മാത്രം ബാക്കി. പെട്ടെന്നാണ് കാറിന് മുന്നിലേക്ക് ഒരു സംഘം ചാടി വീണത്. എന്താണെന്ന് ആലോചിക്കും മുമ്പേ വെടിയുണ്ടകൾ ചീറിയെടുത്തു. ക്ലോസ് റേഞ്ചിൽ 30 റൗണ്ട് ബുള്ളറ്റുകൾ. ഇന്ത്യൻ ആകാശപാത സ്വകാര്യ എയർലൈനുകൾക്ക് തുറന്നുകൊടുത്ത നയം വന്നതിന് പിന്നാലെ രാജ്യത്തിൻ്റെ ആകാശത്തേക്ക് പറക്കാൻ ധൈര്യം കാണിച്ച ആദ്യ എയർലൈനിൻ്റെ ഗഗന സ്വപ്നം ആ 30 റൗണ്ട് ബുള്ളറ്റിൽ പൊലിഞ്ഞു. അണ്ടർവേൾഡ് സ്റ്റൈൽ എക്സിക്യൂഷൻ. തിരുവനന്തപുരത്തെ വർക്കലയ്ക്കടുത്തുള്ള ഓടയം എന്ന ഗ്രാമത്തിൽ നിന്ന് പകയും പവറും പണവും കിടന്നു കളിക്കുന്ന മുംബൈയിലെ ബാന്ദ്രയിലെത്തി ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ഫ്ലൈറ്റ് സർവീസ് തുടങ്ങിയ തക്യുദ്ദീൻ വാഹിദ്. 1995 നവംബർ 13 ഇന്ത്യൻ വിമാന സർവീസ് ഇൻഡസ്ട്രിയിൽ റൺവേയിൽ നിന്ന് ഉയരും മുമ്പേ തകർന്ന സ്വപ്നങ്ങളുടെ ഒരു ജംബോ ജെറ്റ്. എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം. തക്യുദ്ദീൻ വാഹിദിൻ്റെ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻ ഇന്നുണ്ടായിരുന്നെങ്കിൽ ഈ 2025 30 വർഷം പൂർത്തിയാക്കിയനെ. ബിസിനസ്സിലെ പകയോ ചതിയോ എന്തായാലും അത് ആ എയർലൈനെ ഇല്ലാതാക്കി.